ഹലോ ഹായ് നമസ്തേ നമസ്കാരം. എൻ്റെ പേര് ദീപ കെ കപ്പോർ. എൻ്റെ ചാനലിൻ്റെ പേര് കാപ്പോത്തിലെ ചിരിവീട്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊത്തവരാന്ന് പറയും, കൊത്തമരാന്നും പറയും. ഇതിനെ തോരനാക്കുകയും ചെയ്യാം, പിന്നെ മെഴുക്ക് വരട്ടിയാക്കാം. അപ്പോൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തോരനും ഉണ്ടാക്കാം. തോരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, മെഴുക്ക് വരട്ടി വരുമ്പോൾ ഇച്ചിരി ശകലം നീളത്തിൽ ആക്കിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിലും കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. കുറച്ച് മാത്രമാണ് ആക്കുന്നുള്ളൂ. ഇത് ഇത്തിരി നല്ല കായപ്പുണ്ട്, ഇത്തിരി കായപ്പുള്ളതാണ്. നല്ലതെന്ന് വെച്ചാൽ നല്ല കായപ്പൊക്കെ ഉണ്ടാവില്ല, പാവൊക്കെ പറയുന്നത് ഏകദേശം ആ രീതിയിൽ ചെറിയ കായപ്പുണ്ടാവും. പക്ഷെ സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മുറിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അതിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ മെഴുക്ക് വരട്ടിക്ക് വേണ്ടുന്ന രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്തിരി ശകലം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട്, ഉള്ളിയും പച്ചമുളകും. ഇപ്പോൾ പാനിൽ വെച്ചിട്ടുണ്ട്, നമുക്കത് കറിക്കാം. മീൻസ് ഇനി ഒന്ന് ഉള്ളി കട്ട് ചെയ്യാം. ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു പച്ചമുളക് വേണം, കുറച്ചേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രം. ഒരു പച്ചമുളക്. കറിവേപ്പില. അപ്പോൾ പാനിൽ ചൂടായി, നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് പിന്നെ ഉള്ളി വഴറ്റും. അത് കഴിഞ്ഞിട്ട് കൊത്തമര ഇടത്തുള്ളൂ. എന്നിട്ട് വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ശകലം കടുകിട്ടോ. കറിവേപ്പിലിട്ടോ. ഇനി നമുക്ക് ഉള്ളി ഇടാം. ഓക്കെ, നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം.
മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഉണ്ട്. ആവശ്യത്തിന് കറക്റ്റായിട്ട് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ പച്ചമുളക് മതി. ഞാൻ ഒരു ശർക്കര ഇടുന്നില്ല. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇടാം. ഇനി കൊത്തവര ഇതിലിടാം. എന്നിട്ട് വഴറ്റിയിട്ട് എടുക്കണം, നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഇത്തിരി കുറക്കണം. ഇതിന് ശർക്കര വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് വെള്ളം തൂവി കൊടുക്കും, ഇച്ചിരി. ഓക്കെ, കുറച്ച് വെള്ളം, കുറച്ച്. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ച് വെക്കുന്നത്, കണ്ടില്ലേ? ഇതൊന്ന് വേവട്ടെ. നമുക്കിത് കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കാം. ഇതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊത്തവര വെച്ച് നല്ലോണം വേവണം. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി. ഓക്കെ, അപ്പം നമ്മുടെ മെഴുക്ക് വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, ഉണ്ടല്ലേ? ഇതാ കേട്ടോ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് തോരൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്യണം. ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് നീളത്തിലാണ് കട്ട് ചെയ്തത്. മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ, തോരനാക്കുമ്പോൾ തോരന് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതിൻ്റെ രീതിയിൽ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യും. അടുത്ത പറമ്പിലേ കാട് വെട്ടുന്നുണ്ട്, അതിൻ്റെ ശബ്ദമാണ് ഈ കുറേ കുറേ എന്നിട്ട് കേൾക്കുന്നത്. ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഞാൻ ജനാല അടച്ചപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ, ഗ്യാസിൽ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ അടക്കാൻ പാടില്ലല്ലോ, വല്ലാതെ ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ കരുതി ഒന്ന് തുറന്നു വെക്കാം. അപ്പോൾ ശബ്ദം നല്ലോണം കേൾക്കുന്നുണ്ട്. പ്രശ്നമാവുമോ അറിയത്തില്ല. ഇപ്പോൾ ഉള്ളി കട്ട് ചെയ്യോ. ഉള്ളി ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കൊത്തമര തോരനാക്കാം. ഇപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. ശകലം എണ്ണ ഒഴിക്കുന്നുണ്ട്. ഉള്ളി ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതൊക്കെ വലിയ സൈസില്ല. അപ്പൊ എണ്ണ ചൂടായി, നമുക്ക് കടുകിടാം.
സൺഫ്ലവറിൻ്റെ തന്നെ കുറച്ച് കറിവേപ്പില. ഞാനിതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ടേ കുക്ക് ചെയ്തുള്ളൂ. കാരണം ഇതിന് ഇത്തിരി കയ്പുള്ളതുകൊണ്ട് ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ കൂടുതലാക്കിയാൽ ഞാൻ തന്നെ തീർക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പക്ഷേ പ്രൊസീജിയർ എല്ലാം ഒരുപോലെ സെയിമാണ്. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്, കറിവേപ്പില ഇടുന്നു, ഇനി ഉള്ളി ഇടുന്നു. ഉള്ളിലെ ഇനി നമുക്കൊന്ന് വായിച്ചെടുക്കാം. ചെറുതായിട്ട് വായിച്ചതല്ലേ. ഇനി ഇതിൽ പിന്നെ വെള്ളം ഒഴിക്കണല്ലോ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഇതിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ വേവാൻ വേണ്ടിയിട്ട്. നേരത്തെ മെഴുക്ക് വെട്ടിയിൽ ഇച്ചിരി വെള്ളം തൂവിയിട്ടേ ഉള്ളൂ. ഇതിലങ്ങനെയല്ല, ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിക്കും. അപ്പോൾ പൊട്ടാന ജനാല അടച്ചിട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു പച്ചമുളക് ഇട്ടിട്ട് ഇനി ശകലം ഉപ്പ്. ഞാൻ കല്ലുപ്പ് കഴിച്ചത്, കുറച്ച് കല്ലുപ്പ്. ഇതിൽ കല്ലുപ്പ് ഇട്ടാൽ കുഴപ്പമില്ല, കാരണം നല്ലോണം വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിൽ അത് അലിഞ്ഞു പോകും. മെഴുക്ക് വെട്ടയിൽ കല്ലുപ്പിട്ടാൽ നമ്മൾ അധികം വെള്ളം യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അത് അലിഞ്ഞു വിട്ടാൽ ഇത്തിരി പ്രയാസമുണ്ടാവും. ഇനി ശകലം നേരത്തെ ഇട്ട പോലെ അങ്ങനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടണം. കുറച്ച് ഒരു പച്ചമുളക് ഇടിക്കോ, ഇച്ചിരി മുളക് പൊടി ഇടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് ഇപ്പം തന്നെ എന്ത് ചെയ്യും, കുറച്ച് ചിരവിയ തേങ്ങയും കൂടി ഇതിലിടും. കുറച്ച് ചിരവിയ തേങ്ങ, എന്നിട്ട് വെള്ളം ഒഴിക്കും. അപ്പോൾ എന്താവും, ആ തേങ്ങയുടെ പാലിൽ അത് വെന്ത് വരും. അപ്പോൾ കുറച്ച് നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങയൊക്കെ ചിരവി വെച്ചേക്കണം. അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇനി നമ്മൾ ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർക്കണം, കുറച്ച് വെള്ളം. കല്ലുപ്പല്ലേ നമ്മൾ ഇട്ടേക്കുന്നത്, അപ്പോൾ ഒന്ന് ഇച്ചിരി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിലേ ഉപ്പ് കല്ലുപ്പല്ലേ അവിടെ ഇവിടെ നിൽക്കും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുവിധം ഇത് വേവാനല്ലേ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് വേവണ സമയം. ഞാനിപ്പോൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് വേണ്ടിയിട്ടില്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഞാനിത് സിമ്മിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ വേവ വേണ്ടിയിട്ട് നമുക്കിത് വെക്കാം. ഓക്കെ, കുറച്ച് സമയത്ത് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഒരു ഡിഷിലേക്ക് മാറ്റാം. അവിടെ അടുത്ത പറമ്പിലേ കാട് വെട്ടുന്നതിന് ശബ്ദമായി കേൾക്കണം. അതുകൊണ്ട് ഞാൻ ജനാലൊക്കെ അടച്ചുകൊണ്ടേ കടുവൊക്കെ പൊട്ടിച്ചിട്ടേ അതിൻ്റെ എയറൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുക, എനിക്ക് ചുമ വരണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വേവട്ടെ കേട്ടോ, നമുക്ക് കാത്തിരിക്കാം. വെന്ത് കഴിഞ്ഞിട്ട് നമുക്കത് വേറെ ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ കൊത്തമര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ കാണിക്കാം. നമ്മൾ വെച്ച വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ഡിഷിലേക്ക് മാറ്റാം, ബോളിലേക്ക് മാറ്റാം. നമുക്കിത് ഓഫ് ചെയ്യാം.
നമ്മുടെ ഡിഷ് ക്ലിയറായി. കണ്ടില്ലേ? ഇത് കൊത്തവര മെഴുക്ക് വരട്ടി, ഇത് കൊത്തവര തോരൻ. അപ്പോൾ ചോദിക്കും ഇത് തമ്മിൽ എന്താ വലിയ ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ഉണ്ട് കേട്ടോ. മെഴുക്ക് വരട്ടി എന്ന് പറയുമ്പോൾ നമ്മളെ എണ്ണയിൽ ഇട്ടിട്ടാണ് ശകല വെള്ളം മാത്രം തൂവി എണ്ണയിട്ട് വഴറ്റി എടുത്തതാണ്. ഞാൻ മുഴുവനായിട്ട് കാണിക്കാറുണ്ട്. എണ്ണയിട്ടിട്ട് വഴറ്റി എടുക്കണം. ഇത് പിന്നെ അങ്ങനെയില്ല. തോരൻ അങ്ങനെയല്ലല്ലോ. തോരൻ പിന്നെ ഇച്ചിരി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തേങ്ങിയിട്ട് അതിന് വേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ 2 ഡിഷാണ് കൊത്തവര മെഴുക്ക് വരട്ടി ആൻഡ് കൊത്തവര തോരൻ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടോ? ഇഷ്ടമായോ? നിങ്ങൾ ഇതുപോലെ തന്നെയാണോ കുക്ക് ചെയ്യാറ്? കമൻറ്റ് ചെയ്യാവോ? ഇഷ്ടമായിട്ടുണ്ടോ? യെസ്, ഞാൻ ഇതുപോലെ ചെയ്യാറ്. എൻ്റെ നാട് കണ്ണൂരിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് വരാം. പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. നമസ്തേ.